ഈ നൗഷാദും ടീമും ആശയപരമായി പൂർണ്ണ പരാജയത്തിലെത്തിയപ്പോൾ വഹാബികളുടെ അതേ ചവിട്ടടിപ്പാതയിലൂടെ നടന്നു വരികയാണ്. ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നില്ല. നൗഷാദും ടീമും പ്രമാണങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണമായി പെട്ടപ്പോൾ ഇപ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ വന്ന് നിന്ന് അവരുടെ പേര് പറഞ്ഞ് ഇവരുടെ ഈ വിദണ്ഡവാദം ചിലവഴിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അവരുടെ മഹത്വമാണ് ഈ അടുത്ത കാലത്തായിട്ട് മൗലവി പറയുന്നത്. ഈ അടുത്ത 1-2 മാസമായിട്ട് EK ഉസ്താദിന്റെ മഹത്വ പറയുന്നത്. അതിന്റെ കാരണം എന്താ പറയുന്നത്? വലിയ ഹലറത്ത് നിന്ന് ഇപ്പോഴാണ് വിവരം കിട്ടുന്നത്. എന്നാൽ കുറച്ച് മുമ്പ് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ മഹത്വം പറയാനായിരുന്നു കുറച്ച് മുമ്പ് വിവരം കിട്ടിയത്. ആ വിവരം ഇപ്പോൾ ക്യാൻസലാക്കപ്പെട്ടു. അനുദിനം ക്യാൻസൽ ചെയ്യപ്പെടുന്ന പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് കുരുവട്ടൂരിസം എന്ന് പറയുന്നത്. അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അപ്പോൾ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാർ പുത്തൻവാദവുമായി കടന്നു വന്ന നൗഷാദിനെയും ടീമിനെയും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കി, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് നമ്മുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചപ്പോൾ ഈ വിഭാഗം എന്തായിരുന്നു ചെയ്തിരുന്നത്? നൗഷാദും ടീമും ചെയ്തിരുന്നത് നമ്മുടെ ഉലമാഇനിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് ആദ്യം നടത്തിയത്. മഹാനായ സുൽത്താനുൽ ഉലമയെ വല്ലാതെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഉസ്താദിൻ്റെ പേരിൽ വലിയ മദ്ഹുകൾ പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മറ്റു പണ്ഡിതന്മാരും ഇടയിൽ വലിയ വിഭാഗീയതയാണെന്നും 2 വിഭാഗമായി വേർതിരിഞ്ഞിട്ടുണ്ടെന്നും എന്ന് പ്രചരിപ്പിച്ച് നമ്മുടെ പ്രവർത്തകരിൽ ചിലരുടെയെങ്കിലും പിന്തുണ കിട്ടുമോ എന്ന ഒരു ശ്രമം നടത്തി. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിന്റെ മഹത്വം ധാരാളം പറഞ്ഞ് നമ്മുടെ പ്രവർത്തകരുടെ ഒരു പിന്തുണ കിട്ടുമോ എന്ന ഒരു ശ്രമം നടത്തി. ആദ്യം അന്ന് കേൾക്കാം നമുക്ക്. കണ്ടില്ലേ? അപ്പൊ ഉസ്താദിനെ മഹബത്ത് വെക്കുന്നത് ആരാണ്? കൊഹമാട്ട് ജാലിൽ അബ്ദുള്ള മൗലവിയാണ് പോൽ. അത് മടവൂര് പറഞ്ഞ ഉറപ്പാണ്. പിന്നെ അത് മാറൂല. പക്ഷെ ഇപ്പൊ മാറി. ഉസ്താദിനെ അതിശക്തമായി വിമർശിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ നിരന്തരം കളവ് പറയുകയും ചെയ്യുകയല്ലേ നൗഷാദെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ള ഒരാൾക്ക് ഇവർക്ക് വിവരം കിട്ടുന്നു എന്ന് പറയുന്ന ഹലറത്ത് ശൈത്വാന്റെ ഹലറത്താണ് എന്ന് തിരിച്ചറിയാൻ ഇനി അധിക ഉദാഹരണം പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി കേൾക്കി. മനസ്സിലായല്ലോ? അപ്പോ ഉസ്താദ് അവറുകൾ വലിയ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ആ ഉയരത്തിന്റെ കാരണം ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളാണെന്നും ഇതേ നൗഷാദ് പറയുന്നു. അതെപ്പോ പറയുന്നു? കുരുവട്ടൂരിസത്തിലേക്ക് പോയതിനു ശേഷം പറയുന്നു. ആ ശൈത്വാന്റെ ഹദറത്ത് നിന്ന് വിവരം കിട്ടിയതിന് ശേഷം ഈ പറയുന്നത്. അപ്പോൾ ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കൂടെ കിട്ടുമോ എന്ന ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പൂർണ്ണമായി പരാജയപ്പെടുത്തി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പരാജയപ്പെടുത്തി. ഇങ്ങനെയുള്ള പുത്തൻവാദികളെ ഞങ്ങളെ നേതാക്കളെ ഏറ്റെടുക്കാൻ അനുവദിക്കൂല എന്ന് നമ്മുടെ പ്രവർത്തകർ തെളിയിച്ചു കൊടുത്തു. അപ്പൊ മൗലവിക്ക് മനസ്സിലായി ഈ അടവ് നടക്കൂല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആളായി ചമഞ്ഞാൽ ആ കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഉസ്താദിനെ ചീത്ത പറയാം. ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് EK ഉസ്താദിന്റെ മഹത്വം പറയാം. EK ഉസ്താദിന്റെ മഹത്വം പറയുമ്പോൾ മൗലവി അവകാശപ്പെടുന്നത് നേരത്തെ പറയാതിരുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ചങ്ങലക്കെട്ടുള്ളത് കൊണ്ടാണ്. അത് മാറിയപ്പോൾ ഞാനിതാ പറയുന്നു, നൗഷാദെ ഇന്നൊക്കെ ഞങ്ങളെ പ്രസ്ഥാനത്തുനിന്ന് പിടിച്ച് പുറത്തെറിഞ്ഞിട്ട് കാലം എത്രയായി, എന്നിട്ടെന്തേ ഇതുവരെ പറയാതിരുന്നത്? ഇതുവരെ പറയാതിരുന്നത് നിന്റെ ആദ്യത്തെ അടവ് നോക്കിയായിരുന്നു, ഞങ്ങളെ പ്രവർത്തകരെ കൂടെ കിട്ടുമോ നോക്കി. അത് നടക്കൂല എന്ന് തോന്നിയപ്പോഴാണ് EK ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് EK സമസ്തയിൽ ചാരി നിൽക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുന്നു. പക്ഷേ EK സമസ്തയിലുള്ള ആലിമീങ്ങൾ താങ്കളെപ്പോലുള്ള പുത്തൻവാദികളെ ദൂരെ വലിച്ചെറിയും, ഒരു സംശയവും വേണ്ട. EK സമസ്തയിലുള്ള പ്രവർത്തകരും താങ്കളെപ്പോലുള്ള ആളുകളുടെ കാപട്യം തിരിച്ചറിയും, ഒരു സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദിന്റെ
മഹത്വം പറഞ്ഞ് ഇവിടെ നടന്നിരുന്ന നൗഷാദ് ഇപ്പോൾ ഉസ്താദിന്റെ ആത്മകഥ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഉസ്താദിനെ തേജോവധം ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളെപ്പോലുള്ള എത്ര പിഴച്ച കക്ഷികൾ വന്ന് എത്ര ശ്രമിച്ചാലും അങ്ങനെ തേജോവധം ചെയ്യാൻ പറ്റുന്ന നാമമല്ല ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവറുകളുടെ നാമം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതൊരിക്കലും സാധിക്കുകയില്ല. നൗഷാദ് പറയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടുത്തെ ആത്മകഥയിൽ പോലും EK ഉസ്താദിന്റെ മഹത്വം പറയുന്നുണ്ട്. EK ഉസ്താദിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, അപ്പോൾ ഒരു കാര്യം നേരത്തെ മൗലവി പറഞ്ഞു വെച്ചതൊക്കെ ഇതോടുകൂടി പൊളിഞ്ഞു പോകുന്നുണ്ട്. ഞാനതിലേക്ക് വരാം. ആദ്യം നമ്മളതൊന്ന് കേൾക്കാം. വിശ്വാസപൂർവം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആത്മകഥയാണല്ലോ ഇപ്പൊ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി പിറ്റേന്ന് തന്നെ വിവാദമായ പുസ്തകം. ഈ പുസ്തകത്തിൽ ഞങ്ങളൊന്ന് വായിച്ചു നോക്കി. അതെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആത്മകഥ പുറത്തിറങ്ങിയപ്പോ പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികളെ, അവരുടെ കൂടാരങ്ങളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അനീതിയും അക്രമവും ചെയ്ത പലരെയും അത് അലോസരപ്പെടുത്തുന്നുണ്ട്. താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്ക് ചെറിയ തലവേദനയല്ല അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾ അതൊരു വിവാദമാക്കാൻ ശ്രമിച്ചത്. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വിമർശകരായ ആളുകൾ വായിച്ച് തീർത്ത അത്ഭുതകരമായ ആത്മകഥയാണ് ഞങ്ങളുടെ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ. വായിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇതിലെ EK ഉസ്താദിന്റെ മഹത്വം പറയാൻ വേണ്ടി കണ്ടില്ലേ? അപ്പൊ EK ഉസ്താദിന്റെ മഹത്വം പറയാൻ ആത്മകഥയിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോധ്യപ്പെട്ടില്ലേ നൗഷാദേ, ഞങ്ങളെ ഉലമാഇനിടയിൽ സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ വിശ്വാസപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, വ്യക്തിപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നല്ല EK ഉസ്താദ് അവർകൾ പിന്നീട് സമസ്തയിൽ അനിവാര്യമായി തീർന്ന പുനഃസംഘടനയും അതിനെ തുടർന്നുള്ളൊരു ഏകീകരണവും ആഗ്രഹിച്ചിരുന്നു എന്നത് ചന്ദ്രിക ദിനപത്രത്തിലെ ലേഖനം വരെ കൃത്യമായി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, EK ഉസ്താദ് അടക്കമുള്ള ശംസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും അടക്കമുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ എന്നും വിശ്വാസപരമായി താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്കെതിരെയായി എന്നും ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയായിരിക്കും ഇന്നും ഇരു സമസ്തകളും താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സമസ്തയിലും പ്രവർത്തനത്തിലും പ്രവർത്തകരിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന പരാജയ ബോധത്തോടെ EK സമസ്തയിൽ ഗ്രിപ്പ് കിട്ടുമോ എന്ന ശ്രമം നടത്തുന്ന നൗഷാദിനോട് പറയുന്നത്, രണ്ട് സമസ്തയുടെ പ്രവർത്തകർക്കിടയിലും താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്ക് ഒരു കാര്യവുമില്ല. പൊന്നൊരുക്കുന്നോടത്ത് പൂച്ചക്കെന്ത് കാര്യം എന്ന് ചോദിച്ചതുപോലെ ഞങ്ങളുടെ സമസ്ത പ്രവർത്തകർക്കിടയിൽ താങ്കൾക്കെന്ത് കാര്യമെന്നാണ് ഞങ്ങളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി പൊളിഞ്ഞു പോയത് എന്താണെന്നറിയോ? നൗഷാദ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതെന്താണ്? അദ്ദേഹം ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവരുടെ മഹത്വം പറയാൻ നമ്മൾ തയ്യാറാവൂല എന്നും EK ഉസ്താദിനെ ചീത്ത പറയാനായിരുന്നു നൗഷാദിനോട് നമ്മുടെ പ്രവർത്തനത്തിലുള്ള സമയത്ത് പറഞ്ഞിരുന്നത് എന്ന കളവാണ് ഇവിടെ തകർന്നു വീണത്. അങ്ങനെ ഒരു നിർദ്ദേശവും ഞങ്ങളെ പ്രവർത്തകർക്ക് കൊടുക്കുന്നില്ല എന്നല്ല മഹാനായ EK ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ സംഘടന വ്യത്യാസമില്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളെ ആലിമീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവിടുത്തെ ആത്മകഥയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്.